ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് വീട്ടിൻ്റെ മുകളിലെ പന്തലിൽ നിന്ന് വിളവെടുത്ത കോവയ്ക്കാണിത്. ഇത് ഈ ലേഡി ബേർഡ് സൈക്കിളിൻ്റെ ബക്കറ്റിൻ്റെ പകുതിയോളം ഉണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ പന്തലുള്ളത് വീടിൻ്റെ മുകളിലാണ്, ടെറസിൻ്റെ മുകളിലാണ്. ടെറസിൻ്റെ മുകളിൽ വെയിൽ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ആദ്യമായിട്ട് ചെയ്തത്. ഇപ്പോൾ അത്യാവശ്യത്തിന് കോവയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ബക്കറ്റിൻ്റെ പകുതിയോളം നമുക്ക് കോവയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഉപയോഗിക്കാനും വീട്ടിലെ അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് നടുവിൽ ഒരു ഇരുമ്പിൻ്റെ പൈപ്പ് കൊടുത്തിട്ട് അതിൽ നിന്നും ബ്ലാക്ക് കളറിലെ വള്ളികൾ കൊണ്ട് നമുക്ക് വീടിൻ്റെ പാരപ്പറ്റിലേക്ക് വലിച്ചു കെട്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ചിലവൊന്നും വരുന്നില്ല. വളരെ ചെറിയ ചിലവിലാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റിയത്. അത്യാവശ്യം കോവയ്ക്ക് നമുക്ക് കിട്ടാറുണ്ട്. നമുക്ക് വീട്ടാവശ്യത്തിനുള്ളതിന് അപേക്ഷിച്ച് കുറച്ചും കൂടി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ കടകളിൽ കൊടുക്കാറുണ്ട്. അങ്ങനെ നമുക്ക് അവിടെ നിന്ന് ഒരു പൈസ കിട്ടുമ്പോൾ ആ പൈസ ഉപയോഗിച്ച് നമുക്ക് വേറെ മറ്റ് പച്ചക്കറികളൊക്കെ അവിടെ നിന്ന് വാങ്ങാം. ഇപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് പുഴുവിൻ്റെ ശല്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇടയ്ക്ക് വരാറ്. ആ സമയത്ത് നമ്മൾ പുഴുവിനുള്ള മരുന്ന് അടിച്ചു കൊടുക്കാറുണ്ട്. വളമായിട്ട് അങ്ങനെ ജൈവവളം മാത്രമേ ഇടാറുള്ളൂ, അല്ലാതെ ഇംഗ്ലീഷ് വളങ്ങളൊന്നും നമ്മൾ ഇടാറില്ല. രാസവളങ്ങൾ ഉപയോഗിക്കൽ കുറവാണ്. പുഴുവിന് മരുന്നടിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ പുഴു കൂടുക നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇത് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ കോവയ്ക്ക വള്ളികൾ പലതും ഉണങ്ങിയിരിക്കുകയാണ്. ഇത് ചൂട് കൂടിയത് കൊണ്ടാണോ എന്ന് സംശയമുണ്ട്. മുമ്പ് ഇതിനേക്കാൾ കൂടുതൽ നല്ല ഗ്രീനിഷ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കുറച്ച് മുമ്പ് എടുത്ത വീഡിയോ ആണ്. ഇതിൽ നല്ല പച്ച കളറായിട്ട് എല്ലാ ഇലകളും നല്ല പച്ചയായിട്ട് നിൽക്കുന്നത് കാണാം. ഇപ്പോഴാണ് കുറച്ചും കൂടിയും അത് കുറച്ച് ഉണങ്ങിപ്പോയിട്ടുണ്ട്. കാര്യമായിട്ടുള്ള പരിചരണമൊന്നും ആവശ്യമില്ലാത്തൊരു വിളയാണ്. എന്നാലും നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ വളം ചെയ്യുകയും നല്ല രീതിയിൽ വെള്ളം കൊടുക്കുകയും ചെയ്താൽ നല്ല രീതിയിലുള്ള വിളവ് കിട്ടും. ഇതാണ് ഇതിൻ്റെ കടഭാഗം. നമ്മുടെ വീടിൻ്റെ താഴെ നിന്നാണ് ഇതിനെ മുകളിലേക്ക് കയറ്റിയിരിക്കുന്നത്. ഇതിൽ വെയിലടിക്കാതിരിക്കാനാണ് ഇതിൻ്റെ കടയിൽ കുറച്ച് അടയ്ക്കാരത്തിൻ്റെയും മറ്റും ഇലകളൊക്കെ കൊണ്ടിട്ടിട്ട്, അടയ്ക്കാരത്തിൻ്റെ പട്ട കൊണ്ടിട്ട് കുറച്ച് ഇലകളൊക്കെ കൊണ്ടിട്ടിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം മണ്ണുള്ള ഇതിൻ്റെ തണ്ടായിട്ടുണ്ട് ഇപ്പോൾ. അതിനാൽ തന്നെ ഇത് എപ്പോൾ വേണമെങ്കിലും ഇത് 1.5 വർഷത്തോളമായിട്ട് അത് കേടായി പോകാനുള്ള ചാൻസും ഉണ്ട്. അത് കാരണം നമ്മൾ ചെറിയ വള്ളികൾ അതിൻ്റെ കൂടെ തന്നെ പടർത്തി മുകളിലേക്ക് വിട്ടിട്ടുണ്ട്. അതിലൊക്കെ ഇപ്പോൾ വിളവായി വരുന്നുള്ളൂ.